എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനാ ആ കാര്യം ഒളിപ്പിച്ചു വെക്കുന്നത്? അതിവിടെ എല്ലാവരോടും പറഞ്ഞാൽ എന്താ കുഴപ്പം? മിണ്ടി പോരുത്. നീ വാക്ക് മാറുന്നോ? ഇത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ വാ അടപ്പിച്ചു വെക്കാൻ പറ്റും? എന്റെ അച്ഛനുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന അവിഹിത ബന്ധം ഇവിടെ അത് ആരും അറിയാതിരിക്കാനാണോ നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? ആ കാര്യം ഇവിടെ എല്ലാവരും കേൾക്കാൻ ഞാൻ അങ്ങ് വിളിച്ചു പറയും. എന്ത് പറഞ്ഞടി? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. സംസാരിക്കുമ്പോൾ ചില തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. പക്ഷെ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി സംസാരിക്കരുത്. ആ അഹങ്കാരം ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. നീ നിന്റെ അമ്മയെ പോലെ വീണ്ടും വിചാരം ഇല്ലാതെ ഓരോന്നും ചെയ്യരുത്. എന്റെ അമ്മ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തി. നിങ്ങൾ ഒരാള് മാത്രോ എന്റെ അമ്മ ഇല്ലാതാവാൻ കാരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സത്യം അറിയാതെ നീ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പുറത്ത് കണ്ട ഇവിടുത്തെ മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശി നിന്റെ നാവ് പിഴുതെടുക്കും. സൂക്ഷിച്ചോ. പോട്ടെ, അതെല്ലാം വിട്ടേക്ക്. മോള് നന്നായിട്ട് റെസ്റ്റ് എടുക്ക. ഞാൻ പോയിട്ട് വരാം. നിന്റെ അച്ഛന് ജാമ്യം കിട്ടാനായി വീണ്ടും ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതിനായി കോടതിയിൽ പോവേണ്ടി വരും. അപ്പം നിനക്ക് അച്ഛനെ കാണാം. ദൈവമേ. എന്താ മക്കളെ? ഞാൻ ദൈവമേ കാത്തു നിൽക്കായിരുന്നു ഈ മധുരം തരാൻ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദൈവമേയാ. ഈ സന്തോഷ വാർത്ത ആദ്യം പറയേണ്ടത് ദേവമ്മയോടായിരുന്നു. പക്ഷേ ആ കൃത്യസമയത്ത് ദേവമ്മ ഇവിടെ ഇല്ലാതായി പോയി. വലിയ കാര്യങ്ങളിൽ പോലും പരാതിയോ പരിഭവമോ കാണിക്കാത്ത ദേവമ്മയ്ക്ക് ഈ കാര്യത്തിലും അത് സാരമില്ലെന്ന് എനിക്കറിയാം. ഒരു ചെറിയ കാര്യമാണോ മോനെ? ഇതൊക്കെ ഈശ്വരന്റെ വരദാനോ. എന്റെ കുട്ടികളെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും മനസ്സുകൊണ്ട് മകനാ നീ എനിക്ക്. നിനക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിലും ഒരച്ഛമ്മയാവാൻ എനിക്ക് കഴിഞ്ഞല്ലോ. എന്റെ ഭാഗ്യം. ദൈവമേ, എന്താ വൈശാഖ് ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നത്? നിനക്ക് സന്തോഷാണല്ലേ? ഞാൻ നിന്നെ എന്ത് ടെൻഷൻ അടിപ്പിച്ചു? ഞാൻ എത്ര തവണ നിനക്ക് ഫോൺ ചെയ്തു, മെസ്സേജ് അയച്ചു. നീ എന്നെ സ്നേഹിക്കുന്നു 1000 പ്രാവശ്യം പറയും. ഇതാണോ സ്നേഹം? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയുന്നേ? ആ സ്വർണം എവിടെ? ഞാൻ അമ്മയോട് എന്ത് മറുപടി പറയും? ആ സ്വർണ്ണാണോ? അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആശ്വാസമായി. ആ അഹങ്കാരി പെണ്ണ് മീനാക്ഷി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നാശം പിടിച്ചോളൂ. നമ്മുടെ കാര്യം വീണ്ടും കുഴപ്പത്തിലായാലോ മേതിരി? ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഒളിച്ചോടി പോവാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. നിന്റെ ഒറ്റ ഒരാളുടെ അനാസ്ഥ കൊണ്ട് കാർത്തിക് എന്റെ കഴുത്തില് താലി കെട്ടിയത്. ഇപ്പൊ പ്രഗ്നന്റും ആയി. ഇനി എന്ത് ചെയ്യും? എനിക്കറിയാം മൈഥിലി, നീ എനിക്ക് വേണ്ടി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ മൈഥിലി, നീ ഒരു കാര്യം ഓർക്കണം. നീ ഇപ്പോൾ ആരുടെ ഭാര്യയാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിലും എനിക്ക് നീ എൻ്റെ പെണ്ണ, എൻ്റെ പ്രിയപ്പെട്ടവൾ.
നിങ്ങളെന്താ രണ്ടുപേരും കൂടെ ഇവിടെ? സ്വർണം മാറ്റി വാങ്ങാൻ കൊടുത്തത് തിരികെ വാങ്ങുന്ന കാര്യം പറഞ്ഞതാ. ആ അത് ഇവനോടാണോ പറയേണ്ടത്? നിനക്ക് ഭർത്താവില്ലേ? ഭർത്താവിനോടല്ലേ ഇക്കാര്യങ്ങളൊക്കെ പറയേണ്ടത്? ദേ, നീ ഒരു IPS കാരന്റെ ഭാര്യ. ആ അന്തസ് പാലിക്കണം എല്ലാ കാര്യത്തിലും. ഞാൻ ഈ വീട്ടിൽ മരുമകളായി വരേണ്ടവളായിരുന്നില്ല. നീ എന്തിനാ പരുന്തിനെ പോലെ ഇങ്ങനെ റാഗി പറക്കുന്നത്? നിനക്ക് പോയി വല്ല ജോലിയും ചെയ്തൂടെ? അച്ഛാ, അച്ഛാ, അച്ഛന് ലേശം പിണക്കം എന്നോടുണ്ടെന്നറിയാം. മീനാക്ഷിയെ കൊണ്ടുവരുന്ന കാര്യം ആദ്യം അച്ഛനോട് പറയാതിരുന്നതാ കാര്യം. അച്ഛാ, ദാ ഈ മരുന്ന് കഴിക്ക. വേണ്ട. എന്നോട് പിണങ്ങല്ലേ അച്ഛാ? ആദ്യം ഇത് കഴിക്ക. ദേ, പ്രഷറിന്റെ ടാബ്ലറ്റാ. ഈ വീട്ടിലേക്ക് മരുന്നെടുത്ത് തരാൻ ആരുമില്ലാണ്ടായി. നീ ജോലിയെല്ലാം കൂടെ ഏറ്റെടുത്ത് ഒരുമാതിരി വേലക്കാരിയായി മാറിയിരിക്കല്ലേ. അച്ഛന് മരുന്നെടുത്ത് തരേണ്ടത് മകളായ എന്റെ അവകാശല്ലേ? അതറിയില്ലേ? സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് വേലക്കാരുടെ പണിയൊന്നുമല്ല. ഞാൻ അതിനങ്ങനെ കണ്ടിട്ടുമില്ല. നീ വീടിന്റെ ഐശ്വര്യം മാത്രമല്ല, അഭിമാനവുമാ. ഇപ്പോഴെങ്കിലും ഈ മുഖം തെളിഞ്ഞല്ലോ. ഇത്രേ ഉള്ളൂ അച്ഛൻ. കൃഷ്ണ 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 ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ ഗോവിന്ദ മാധവ. അമ്മേ, മോളോ? എന്താ മോളെ? അമ്മേ, ഒരു കാര്യത്തിന് അമ്മയോട് അനുവാദം ചോദിക്കാനാ ഞാൻ വന്നത്. എന്താ? മീനാക്ഷിയുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനുവേണ്ടി നാളെ മീനാക്ഷിയുമായി എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. അത്തരം കാര്യങ്ങളൊന്നും ബാക്കി വയ്ക്കരുത്. അതിന് പ്രത്യേകമായി അനുവാദം ചോദിക്കേണ്ട കാര്യവും ഇല്ല. മോള് പോയിട്ട് വാ. ശരി അമ്മ. ആരുമില്ലാത്ത ആ പെണ്ണിനെ അവളെന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ആ കുട്ടിക്ക് പോവാൻ മറ്റൊരിടവും കാണില്ല. അപ്പോ നന്ദിനി ആ കുട്ടിയോടൊരു മനസ്സലിവ് കാണിച്ചു. അത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോരും ഇല്ലാത്തവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ ഇതെന്തുവാ, പെരുവഴി അമ്പലം? ഓ അതെ, ഈ മനുഷ്യനായ കുറച്ച് മനസ്സിൽ കനിവും കാര്യവും ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനും കാട്ടാണ് തമ്മിൽ എന്താ വ്യത്യാസം? അല്ലെങ്കിലും രാമേട്ടൻ അമ്മയെ പോലെ തന്നെ അവളോട് ഇത്തിരി സിമ്പതി കൂടുതലാ. ഓ, ഭർത്താവ് കളഞ്ഞിട്ട് പോയെങ്കിലും അവക്കാ ഇവിടെ ഏറ്റവും വലിയ സ്ഥാനം. സ്വന്തം മകളായ എനിക്ക് അമ്മ ഇവിടെ ഒരു വിലയും തന്നിട്ടില്ല. എന്റെ സാവിത്രി, നീ വന്ന് കിടക്കാൻ നോക്ക്. കിടന്ന് എനിക്ക് ഉറക്കം വരണ്ടേ? ഓ, എന്നാ പിന്നെ അവിടെ ഇരിക്കെ. അല്ലവല്ലേ, അവൾ ഇവിടെ ഉള്ളത് കൊണ്ടാ അമ്മയ്ക്ക് എന്നോട് ഈ അവഗണന. ഭർത്താവും മക്കളും ഒന്നുമില്ല. അവള് പറയുന്നതാ എന്റെ അമ്മയ്ക്ക് അവസാന വാക്ക്. രാമേട്ടൻ എന്തോ ഒന്നും പറയാത്തത്? ഇതിനൊക്കെ മറുപടി പറഞ്ഞാലേ ശാന്തമായ ഒരു ഉറക്കം നഷ്ടപ്പെടും. അതാ. നാളെ രാവിലെ ആ പെണ്ണിനെ എഴുന്നള്ളിച്ചോണ്ട് നന്ദിനി എടുത്ത് എങ്ങോട്ടോ പോകുന്നു. എഴുന്നള്ളിക്കാൻ മീനാക്ഷി എന്താ തിടംപേറ്റിയ ആനയാ? ആനയല്ല, അവളൊരു പാരയാ. ചെമ്പകമംഗലത്തെ തറച്ചു കയറാൻ പോകുന്ന പാര. മനസ്സിലായില്ല. അവൾ ആരാ ജഗദീഷേട്ടാ? ആ മീനാക്ഷി. അവളും നന്ദിനി എടുത്തിയും തമ്മിൽ എന്താ ബന്ധം? അവൾ ഏട്ടത്തിന്റെ കൂട്ടുകാരുടെ മകളാണെന്നല്ലേ ഏട്ടത്തി പറഞ്ഞത്? ഏത് കൂട്ടുകാരിയുടെ മകള്? ആരെങ്കിലും എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത മനുഷ്യരുണ്ടോ? മാലതി പറഞ്ഞു വരുന്നത് ആ പെണ്ണും നന്ദിനി എടുത്തിയും തമ്മിൽ എന്തോ ഒരു ബന്ധം കാണും. എന്തു ബന്ധം? ആ, അത് ദൈവത്തിനോട് ചോദിക്ക്. മൂപ്പര് തൂണിലും തുരുമ്പിലും ഉണ്ടല്ലോ, ചോദിക്ക്. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ.
എന്റെ ഉറക്കം പോയി. മീനാക്ഷി, നിങ്ങളോ? നാളെ കോടതി ദിവസം. നിന്റെ അച്ഛന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം. രാവിലെ നമുക്ക് കോടതിയിൽ പോണം. നമ്മുടെ വക്കീല് ഒരിക്കൽ കൂടി വിസ്തരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതുപോലെ നീ അബദ്ധമൊന്നും പറയരുത്. അഡ്വക്കേറ്റ് പഠിപ്പിച്ചു തരും. അതുപോലെ പറയാവൂ. നാളെ എന്റെ അച്ഛന് ജാമ്യം കിട്ടും. കിട്ടിയാ ഞാൻ എന്റെ അച്ഛന്റെ കൂടെ പോവും. പോണല്ലോ. എനിക്കെന്തിനാ നിന്നെ? നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നേരിട്ട് തന്നെ നിങ്ങളോട് നന്ദി പറയുന്നു. സന്തോഷം. അപ്പോ രാവിലെ തന്നെ പോവാൻ തയ്യാറായിക്കോ. ഗുഡ് നൈറ്റ്. നിങ്ങളോടുള്ള പ്രതികാരമാണ് എന്റെ മനസ്സിൽ നിറയെ. എന്റെ അമ്മ മരിക്കാൻ കാരണം നിങ്ങൾ ഒറ്റൊരുത്തിയ. ആഹാ, റെഡിയായി നിൽക്കാണോ? എങ്കിൽ പോവാം. അത് വേണ്ട. ഞാനും എന്റെ അമ്മയും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അതെന്റെ അമ്മയാ. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? നിങ്ങളൊന്ന് പുറത്തു നിന്നേ, ഞാനിപ്പോ വരാം. പോവാൻ. ഇതെന്താ നീ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയേ? നിങ്ങൾ ഞാൻ ഒന്നല്ല, രണ്ടാ. രണ്ടുപേരും ഒരുപോലെ ഇരുന്ന പിന്നെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? പോവാം. യുവർ ഓണർ, എന്റെ കക്ഷി ജയറാമിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരിക്കൽ കൂടി ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കവേ എന്റെ കക്ഷിയുടെ മെച്ചറാകാത്ത മകൾ മീനാക്ഷിയെ ഡിഫൻസ് വക്കീൽ തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ചു കുഴപ്പിച്ചു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾ. നിങ്ങൾക്ക് വാദം തുടരാം. താങ്ക് യു യുവർ ഓണർ. എന്റെ കക്ഷി ജയറാമും ഭാര്യ മാധുരിയും തമ്മിൽ വളരെ നല്ല ദാമ്പത്യ ജീവിതമായിരുന്നു. അവർ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസവും നിലനിന്നിരുന്നില്ല എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് 17 വയസ്സ് കഴിഞ്ഞ ജയറാമിന്റെ മകൾ മീനാക്ഷി. അച്ഛൻ അമ്മയുടെ ശത്രുവായിരുന്നെങ്കിലോ, അമ്മയെ നിരന്തരം അച്ഛൻ ഉപദ്രവിച്ചിരുന്നെങ്കിലോ ഒരു മകളും അച്ഛന് സപ്പോർട്ടുമായി കോടതിയിൽ എത്തുമായിരുന്നില്ല. ആത്മഹത്യാ പ്രവണത എന്ന മാനസിക രോഗത്തിന് അടിമയായ മാധുരി പെട്ടെന്നുണ്ടായ വികാരത്തിൽ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി സൂയിസൈഡ് ചെയ്തതാണ്. മാധുരിയെ മനഃപൂർവ്വം ജയറാം ഫ്ളാറ്റിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതാണെന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം വെറും ബാലിശവും യുക്തിക്ക് നിരക്കാത്തതുമാണ്. ഫോർ എക്സാമ്പിൾ, 8ാം നിലയിൽ നിന്നും 12ാം നിലയിലേക്ക് മാധുരി ഓടിക്കയറി പോയതാണ്. കൊല്ലാനുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടെ ജയറാം വലിച്ചഴിച്ചു കൊണ്ടുപോയതല്ല. അതിന് യാതൊരു എവിഡൻസും ഇല്ല.
ഓടിക്കയറി ഫ്ളാറ്റിന്റെ മുകളിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോയ മാധുരിയെ രക്ഷിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി ജയറാം. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. എന്റെ കക്ഷി നിരപരാധിയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. അതിവിദഗ്ധമായി ആലോചിച്ച് വളരെ തന്ത്രപരമായി നടപ്പാക്കിയ ഒരു കൊലപാതകം മനോഹരമായ ഒരു കഥ പോലെ കോടതിയിൽ അവതരിപ്പിച്ച് ആത്മഹത്യയായി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രതിഭാഗം വക്കീൽ നടത്തിയത്. പോലീസും മാധുരി ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വീണു മരിക്കുന്നത് കണ്ട അവിടുത്തെ അന്തേവാസികളും ഒരേ സ്വരത്തിൽ ഇത് കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും പ്രതിഭാഗം വക്കീലിന് അത് ആത്മഹത്യ തന്നെയാണ്. ബഹുവിചിത്രം. കോടതിക്ക് മുൻപിൽ സാക്ഷിയായി വിസ്തരിക്കപ്പെട്ട പ്രതിയുടെ മകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു കൊലപാതകമാണെന്ന്. ആ ഒറ്റ മൊഴി കൊണ്ട് തന്നെ മാധുരിയെ കൊന്നത് ജയറാമാണെന്ന് വ്യക്തമായും കൃത്യമായും തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രതിയായ ജയറാമിന് ജാമ്യം കൊടുക്കരുതെന്ന് ഈ കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എന്റെ കക്ഷി ജയറാമിന്റെ മകളും കേസിൽ സാക്ഷിയുമായ മീനാക്ഷിയെ ഒരിക്കൽ കൂടി വിസ്തരിക്കാൻ അനുവാദം തരണമെന്ന് ഈ കോടതിക്ക് മുമ്പാകെ ഞാൻ വിനയപൂർവ്വം അപേക്ഷിച്ചുകൊള്ളുന്നു. എന്തു പറയുന്നു? നോ ഒബ്ജക്ഷൻ യുവർ ഓണർ. യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ജയറാം മകൾ മീനാക്ഷി. മീനാക്ഷി, മീനാക്ഷി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അബദ്ധമൊന്നും പറ്റരുത്. കോടതി മുൻപാകെ സത്യം മാത്രം ബോധിപ്പിക്കൂ. മീനാക്ഷി ഫ്ളാറ്റിലെത്തുമ്പോ മുറിയിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെങ്ങനെയാ മീനാക്ഷി ടെറസിലെത്തിയത്? അമ്മയുടെ നിലവിളി കേട്ട ഞാൻ ഓടിയെത്തിയത്. അപ്പോ അച്ഛനമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നേ കണ്ടത്. എന്നിട്ട് മാധുരി എങ്ങനെ താഴേക്ക് വീണു? ഞാൻ കാഴ്ച കണ്ട് ഭയന്ന് നിലവിളിക്കുകയും എന്തിലോ തട്ടി നിലത്ത് വീഴുകയും ചെയ്തു. അപ്പോ അച്ഛൻ തിരിഞ്ഞു നോക്കി. ആ സമയത്ത് അമ്മയുടെ പിടി വിട്ടുപോയത്. അമ്മയുടെ പിടി വിട്ടുപോയി. ഒറ്റ ചോദ്യം കൂടി. അമ്മയെ അച്ഛൻ കൊല്ലുമെന്ന് മീനാക്ഷി വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സൗന്ദര്യപ്പിണക്കം ഒഴിച്ച അച്ഛനും അമ്മയും തമ്മില് പരസ്പരം ജീവനായിരുന്നു. അച്ഛനമ്മ ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല. That's all, Your Honor. കൂറുമാറിയ സാക്ഷിയായിട്ടാണ് മീനാക്ഷി ഇവിടെ നിൽക്കുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മൊഴികളെല്ലാം സാക്ഷി മാറ്റി പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഒരു 2-3 ചോദ്യങ്ങൾ കൂടി. മീനാക്ഷി തിരികെ മുറിയിലെത്തിയപ്പോ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് മാധുരിയുടെ നിലവിളി കേട്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോ അച്ഛനും അമ്മയും അടിപിടിയും മൽപ്പിടുത്തവും നടത്തിയതിന്റെ ലക്ഷണമായി മുറിയിൽ സാധന സാമഗ്രികൾ ചിന്നിച്ചിതറി കിടക്കുന്നത് കണ്ടു. സത്യമല്ലേ? സത്യമല്ലേ? സത്യമാണ്.
നിലവിളി കേട്ട് ഓടിക്കേറി മീനാക്ഷി ഫ്ളാറ്റിന്റെ മുകളിലെത്തി നോക്കുമ്പോൾ താഴേക്ക് വീഴുന്ന അമ്മയെയും അമ്മയെ താഴെ തള്ളിയിട്ട് നിൽക്കുന്ന അച്ഛനെയും മീനാക്ഷി കണ്ടു എന്ന് ഞാൻ പറഞ്ഞാൽ മീനാക്ഷി നിഷേധിക്കുമോ? നിഷേധിക്കില്ല അല്ലേ? യുവർ ഓണർ, മീനാക്ഷി നിഷേധിക്കുന്നില്ല. അല്ല, അങ്ങനെയൊന്നും അല്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. കുട്ടി കണ്ട കാര്യം തന്നെയാ ഞാനും ചോദിച്ചത്. ഒരു കാര്യം കൂടി മീനാക്ഷിയിൽ നിന്ന് അറിയാനുണ്ട്. അച്ഛന്റെ പേരിൽ അമ്മ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടോ?